നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സഞ്ജയ് ദത്ത് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആഖരി സവാൽ എന്ന ബോളിവുഡ് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ ആശങ്കയിലാണ്. അതായത് ചിത്രത്തിൻ്റെ ട്രെയിലറിന് ഇതുവരെ സെൻസർ ബോർഡ് അനുമതി നൽകിയില്ല എന്നതാണ് ഈ ആശങ്കയ്ക്ക് കാരണം. RSSൻ്റെ ചരിത്രം പറയുന്ന ചലച്ചിത്രമാണ് ആഖരി സവാൽ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യം. അങ്ങനെയാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. അവർ RSSൻ്റെ ചരിത്രം പറയാൻ ശ്രമിച്ചിരുന്നു എന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകരും പറയുന്നത്. എന്തായാലും അങ്ങനെയുള്ള ഒരു ചിത്രത്തിന് BJPയുടെ സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. ആ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് സെൻസർ ബോർഡ് അടക്കമുള്ള സംവിധാനങ്ങൾ വരുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് RSSൻ്റെ ചരിത്രം പറയുന്ന ചിത്രത്തിന് ഈ സെൻസർ ബോർഡ് ട്രെയിലറിന് അനുമതി നൽകാത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർ ഇപ്പോൾ വലിയ ആശങ്കയിലാണ്. അവർ സെൻസർ ബോർഡുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുമാണ് സൂചന. മെയ് 8-നാണ് ഈ ചിത്രം റിലീസ് ചെയ്യാനിരുന്നത്. ഇതുവരെയും അതിൻ്റെ ട്രെയിലറിന് പോലും അനുമതി നൽകിയിട്ടില്ല. ഇതിൻ്റെ സെൻസർഷിപ്പ് കഴിഞ്ഞ് സർട്ടിഫിക്കേഷനും ഈ സെൻസർ ബോർഡ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരെ ആശങ്കയിലാക്കുന്നത്. ഈ മാസം 20-ാം തീയതിയാണ്, അതായത് ഏപ്രിൽ 20-ാം തീയതിയാണ് ചിത്രം സെൻസർ ബോർഡിന് മുന്നിൽ സമർപ്പിച്ചത്. ഇതിൻ്റെ സ്ക്രീനിങ് 27-ാം തീയതി തന്നെ നടക്കുകയും ചെയ്തു. എന്നിട്ടും ഇത്രയും നാളായിട്ടും ഇതിൻ്റെ സെൻസറിങ് നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല. മാത്രമല്ല, ഈ ട്രെയിലറുമായി ബന്ധപ്പെട്ട് 1-2 മാറ്റങ്ങൾ സെൻസർ ബോർഡ് പറഞ്ഞിരുന്നു എന്നും സൂചനയുണ്ട്. ഈ മാറ്റങ്ങൾ വരുത്തി 2 തവണ സെൻസർ ബോർഡിന് മുന്നിൽ ഈ ചിത്രവും ട്രെയിലറും എല്ലാം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഈ ട്രെയിലറിന് അനുമതി ലഭിക്കാത്തത് കാരണം ചിത്രത്തിൻ്റെ റിലീസിംഗ് നീട്ടിവെക്കേണ്ടി വരുമോ എന്ന ആശങ്കയിൽ ഇപ്പോൾ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരുള്ളത്. ഇതൊരു കോർട്ട് റൂം ഡ്രാമയാണ്. അഭിജിത് മോഹൻ വാരങ്കാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. നിഖിൽ നന്ദയും സഞ്ജയ് ദത്തും ചേർന്നാണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണം സഞ്ജയ് ദത്തും നിഖിൽ നന്ദയുമാണ്. RSSൻ്റെ ചരിത്രം പറയുന്നു. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ, സങ്കീർണമായ രാഷ്ട്രീയ വിഷയങ്ങൾ ഈ ചിത്രത്തിനുള്ളിൽ ഒരു പ്രമേയമായി വരുന്നു. മാത്രമല്ല, ബാബറി മസ്ജിദ് അടക്കമുള്ള വിവാദ വിഷയങ്ങൾ ഈ ചിത്രത്തിൽ പരാമർശ വിധേയമാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിലെ സങ്കീർണതകളായിരിക്കാം ഒരുപക്ഷെ സെൻസർ ബോർഡിന് ഈ ഒരു ട്രെയിലർ പുറത്തിറക്കാൻ അല്ലെങ്കിൽ ട്രെയിലറിന് അനുമതി കൊടുക്കാൻ താമസമെടുക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. ഈ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്കും അതുപോലെ തന്നെ ഒഫീഷ്യൽ ട്രെയിലറും ഒക്കെ പുറത്തിറങ്ങിയിരുന്നു. പക്ഷേ പ്രധാന ട്രെയിലർ പുറത്തിറക്കാൻ കഴിയാത്തത് റിലീസിങ്ങിന് ഒരു തടസ്സമായി മാറുകയുമായിരുന്നു. എന്തായാലും ഇപ്പോൾ BJPയുടെ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ എത്തിയതിന് ശേഷം നിരവധി ആരോപണങ്ങൾ ഇത്തരത്തിൽ സെൻസർ ബോർഡിനെതിരെ ഉയർന്നിട്ടുണ്ട്. സെൻസർ ബോർഡ് പലതരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ കത്രിക വയ്ക്കുകയാണ് എന്ന ആരോപണമാണ് പ്രത്യേകിച്ചും മലയാളം സിനിമാ മേഖലകളിൽ നിന്നടക്കം. നേരത്തെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം നമ്മൾ കണ്ടതാണ്. അതിൽ സീത അല്ലെങ്കിൽ ജാനകി എന്ന പേര്, ആ പേരാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ച ഉണ്ടായതാണ്. അതോടൊപ്പം തന്നെ ഒട്ടനവധി ചിത്രങ്ങൾ, ആ ചിത്രങ്ങളെല്ലാം സെൻസർ ബോർഡിൻ്റെ കത്രികയിൽ വരുന്നുണ്ട്. ഇത് BJP അവരുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായ സിനിമകൾക്ക് മേൽ കത്രിക വയ്ക്കുന്നു എന്ന ആരോപണം കേൾക്കാൻ ഇടയായിരുന്നു. പക്ഷേ അതിന് അപവാദമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ ഈ ആഖരി സവാൽ എന്ന് പറയുന്നത്. ആഖരി സവാൽ RSSൻ്റെ ചരിത്രം പറയുന്ന ചിത്രമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു കത്രിക വരുന്നത് എന്ന ചോദ്യം BJP വിഭാഗത്തിന് അല്ലെങ്കിൽ മറുവിഭാഗത്തിന് ഈ പറയുന്ന സെൻസർ ബോർഡിനെതിരെ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ ഉന്നയിക്കാവുന്ന ഒരു ചിത്രമാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ്. ഇതിനു മുന്നേ തന്നെ രാമസിംഹൻ സംവിധാനം ചെയ്ത പുഴ മുതൽ പുഴ വരെ എന്ന ചിത്രവും ഏറെ ദിവസം സെൻസർ ബോർഡിന് മുന്നിൽ കുരുങ്ങിക്കിടന്നിരുന്നു. ആ സെൻസർ ബോർഡ് സർട്ടിഫിക്കേഷൻ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും അത് താനൊരു BJP പ്രവർത്തകനാണ് അല്ലെങ്കിൽ എന്ന രീതിയിൽ അല്ലെങ്കിൽ BJP നേതാവാണ് എന്ന രീതിയിൽ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. മാത്രമല്ല, എന്നിട്ട് പോലും തൻ്റെ ചിത്രത്തിനെതിരെ ഇങ്ങനെ കത്രിക വന്നു എന്നൊക്കെ അന്ന് രാമസിംഹൻ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിലും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ്. എന്നിട്ടും അവിടെ സെൻസർ ബോർഡിൻ്റെ കത്രിക വീണിരിക്കുന്നു. മാത്രമല്ല, പുഴ മുതൽ പുഴ വരെ അങ്ങനെ നിരവധി ചിത്രങ്ങൾ തിരിച്ചും പറയാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ് സെൻസർ ബോർഡ് എന്ന ആരോപണത്തിന് ഒരു അപവാദമാണ് ഇപ്പോൾ RSSൻ്റെ ചരിത്രം പറയുന്ന ചിത്രത്തിനും കത്രികപ്പൂട്ട് വീണു എന്ന ഒരു വാർത്ത. എന്തായാലും കേരളത്തിൽ ഇത്തരത്തിൽ സെൻസർ ബോർഡിനെതിരെ രാഷ്ട്രീയ അപവാദം ഉന്നയിക്കുന്നവർ ഈ ചിത്രത്തിന് മേൽ ഇത്തരത്തിലൊരു
തടസ്സം വീണതിനെതിരെ ഒന്നും ഇതുവരെ പ്രതികരിച്ച് കണ്ടിട്ടില്ല. പക്ഷേ അപ്പോഴും ഈ ബോളിവുഡ് ചിത്രത്തിൻ്റെ ആഖരി സവാൽ എന്ന ബോളിവുഡ് ചിത്രത്തിൻ്റെ റിലീസ് വൈകുന്നു എന്നുള്ളത് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർക്കും നിർമ്മാതാക്കൾക്കുമെല്ലാം വലിയൊരു ആശങ്കയായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴും ആശങ്കയായി തന്നെ തുടരുകയുമാണ്.